Okay. Good afternoon. Good afternoon. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon, ma'am. Yeah. Good afternoon, ma'am. Okay. Start ചെയ്യാം ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സില് പ്രസന്റ് പെർഫെക്റ്റ് വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ? മൂന്നെണ്ണം പഠിച്ചു. സിംഗിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്. ഇത് മൂന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. അതില് ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇനി? ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോക്കിയായിരുന്നോ? പ്രാക്ടീസ് ചെയ്തിരുന്നോ? നോക്കി. പ്രാക്ടീസ് ചെയ്തോ? ഒരു ഡൗട്ട് ഉണ്ട്. പ്രസന്റ് പെർഫെക്റ്റ്ലി ക്വസ്റ്റ്യൻ എങ്ങനെയാ നമ്മൾ ചോദിക്കുക? ക്വസ്റ്റ്യൻ ചോദിക്കല് പഠിപ്പിക്കുമ്പോ പറഞ്ഞാൽ മതിയോ? കാരണം പ്രസന്റ് പെർഫെക്റ്റ്ലി മാത്രമല്ല, നമ്മൾ എല്ലാ ടെൻസിലും ക്വസ്റ്റ്യൻ ചോദിക്കല്ലേ? അപ്പോ ഈ ടെൻസ് ഇപ്പൊ നമ്മളെല്ലാം പോസിറ്റീവ് ആണ് പഠിച്ചത്. പോസിറ്റീവ് സെന്റൻസ് ആണ് പഠിക്കുന്നത്. നമുക്കിനി പോസിറ്റീവ് സെന്റൻസ് വേണം, നെഗറ്റീവ് സെന്റൻസ് പഠിക്കണം, ക്വസ്റ്റ്യൻ പഠിക്കണം അല്ലെ? പോസിറ്റീവ് ക്വസ്റ്റ്യനും നെഗറ്റീവ് ക്വസ്റ്റ്യനും. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു കാര്യം കണ്ടിന്യൂസ് വെച്ചിട്ട് വേണ്ടി പറയാം. ഞാൻ പാട്ട് പാടുകയാണ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണല്ലേ? പാട്ട് പാടുകയാണ്. അപ്പൊ നമുക്കത് പോസിറ്റീവ് സെന്റൻസ് ആണത്. പാട്ട് പാടുകയാണ് പോസിറ്റീവ് സെന്റൻസ് ആണ്. ഇനി നെഗറ്റീവ് ആകണം. ഞാൻ പാട്ട് പാടല്ല. അല്ല എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഞാൻ പാട്ട് പാടല്ല അല്ലെ? ഇനി അത് ക്വസ്റ്റ്യൻ ആക്കണം. ഞാൻ പാട്ട് പാടാണോ അല്ലെ? പാട്ട് പാടാണോ? ക്വസ്റ്റ്യൻ ആണത്. ഇനി നെഗറ്റീവ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഞാൻ പാട്ട് പാടല്ലേ അല്ലെ? ഇനി 4 ടൈപ്പ് നമ്മൾ ഉണ്ടാക്കണം. അത് നമ്മൾ ടെൻസ് കഴിഞ്ഞാല് എന്നതിലേക്ക് പോകും. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് WH ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ വേർഡ് ചോദിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ അതിലേക്ക് നമുക്ക് പോണം. ആദ്യം നമുക്ക് ടെൻസ് ഒന്ന് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ. അപ്പോ വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ? അപ്പൊ പഠിച്ചതിന് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഉണ്ടോ ആർക്കെങ്കിലും? വെരി ഗുഡ്. നെക്സ്റ്റ് present tense last action is present perfect continuous. Okay, so write down the heading present perfect continuous. Okay, let's write the structure. Subject plus has or have plus, be plus, verb plus, ing. Subject plus or have plus, being plus, verb ing. ഇതാണ് structure. Okay. Example പറയുകയാണെങ്കിൽ he has been writing. He has been writing എന്ന് പറയുമ്പോൾ ഇതിന് മലയാള മീനിങ് എന്താണ്? ഈ ടെൻസിന്റെ മലയാള മീനിങ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചിരുന്നു അല്ലെ? ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാ പറയാന്ന്. അതില് ഈ ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യാം. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഞാൻ രാവിലെ മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോ I have been cooking since morning. ഓക്കെ. നമ്മൾ പ്രിപ്പോസിഷൻ എല്ലാം പഠിച്ചാണ്. അപ്പൊ രാവിലെ മുതൽ എന്ന് പറയുമ്പോൾ ഈ മുതൽ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? സിൻസ് ആണ്. അപ്പൊ I have been cooking since morning. ഞാൻ രാവിലെ മുതൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇനി ഞാൻ 3 മണിക്കൂറായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. I have been studying for an exam for 3 hours. ഞാൻ എക്സാമിന് വേണ്ടി 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. I have been studying for an exam for 3 hours എന്ന് പറയാം. ഓക്കെ. Example എടുത്തോളൂ കേട്ടോ. I have been cooking since morning. I have been cooking since morning.
Then he has been studying for an exam for 3 hours. He has been studying for an exam for 3 hours. 4 hours. Spelling mistake now. Just leave it. Okay. Okay, clear? അപ്പോ പ്രസന്റ് ടെൻസില് നമ്മൾ പഠിച്ചത് ചെയ്യുന്നു, ചെയ്യുകയാണ്, ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ 4 ആക്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ചെയ്യുന്നു, ചെയ്യുകയാണ്, ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതുപോലെ 4 ആക്ഷൻസ് നമ്മൾ പഠിച്ചു. അതില് ഞാൻ എഴുതുന്നു എന്നാണെങ്കിൽ ഐ റൈറ്റ്, എഴുതുകയാണ് ഐ ആം റൈറ്റിംഗ്, എഴുതിയിട്ടുണ്ട് ഐ ഹാവ് റിട്ടൺ, എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഐ ഹാവ് ബീൻ റൈറ്റിംഗ്. ഓക്കെ, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഒരു സെന്റൻസ്, ഒരു വേർഡും, ഒരു സബ്ജക്ട്, ഒരു വേർഡും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത്, അല്ലെ, ഒരുപാട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, ഒരുപാട് സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് എന്താണ് ടെൻസ് കുറച്ചുകൂടെ എന്താണ് ക്ലിയർ ആകും, അല്ലെ, നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, so are you ready for the practice? നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ റെഡി ആണോ? സബ്ജക്റ്റും വെർബും തരാം, നിങ്ങൾ 4 എണ്ണം പറയോ? എല്ലാവരോടും കൂടിയാ ചോദിക്കുന്നത്. പറയോ? ഞാനൊരു സബ്ജക്റ്റും ഒരു വെർബും ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ ഞാനിപ്പോ പറഞ്ഞ പോലെ 4 ടെൻസും വെച്ച് പറയണം, അതായത് 4 ആക്ഷൻസ് വെച്ച് പറയണം. ഓക്കെ ആണോ? റെഡി ആയിട്ടുള്ളവര് എസ് എന്ന ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, എസ് എന്ന് ടൈപ്പ് ചെയ്തവരോട് മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ. യെസ്, സംസാരിക്കാൻ വില്ലിംഗ് ആയവരും ചോദിച്ചാൽ മറുപടി പറയുന്നവരുമായിരിക്കണം ഈ ടെക്സ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പേര് വിളിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കണം. ഓക്കെ അല്ലേ? യെസ്, അത് പറഞ്ഞപ്പോ എല്ലാവരും പോവാ. ഓക്കെ, റെഡിയാണ്? അപ്പോ ഫസ്റ്റ് ശാലിനി. യെസ്, ഞാനൊരു സബ്ജക്റ്റും ഒരു വെർബും പറയാം. അത് നമുക്ക് 4 ഫോമിൽ പറയാം. മനസ്സിലായല്ലോ? അത് ഇപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെയായിരിക്കും. സബ്ജക്റ്റ് ഐ ആൻഡ് വെർബ് റൈറ്റ് എന്ന് പറയുമ്പോ എങ്ങനെ പറയണം? എങ്ങനെ പറയാം? ഐ റൈറ്റ്, ഐ ആം റൈറ്റിംഗ്, ഐ ഹാവ് റിട്ടൺ, ഐ ഹാവ് ബീൻ റൈറ്റിംഗ്. 4 ആക്ഷൻസ് ആയില്ലേ? ഇതേപോലെ പറയണം. ഓക്കെ, ഓക്കെ. അപ്പോ സബ്ജക്റ്റ് ഹി, അവൻ. ഓക്കെ, മെയിലാണ് ഹി, സബ്ജക്റ്റ് ഹി. ആൻഡ് വെർബ് ഈസ് ഡ്രോ, വരയ്ക്കുക, ഡ്രോ. Okay. Yes. Okay. He draws. Hello. പറയൂ, കേൾക്കാം. 4 പറയൂ. He draws. He is drawing. He has drawn. He has been drawing. Yeah, correct. Okay, ഇനി ശാലിനി ടെക്സ്റ്റ് മെസ്സേജ് അയച്ചവരിൽ ഒരാളുടെ പേര് വിളിക്കുക, അവർക്ക് ഒരു സബ്ജക്റ്റും ഒരു വെർബും കൊടുക്കാം. ഇതേപോലെ തന്നെ. ഓക്കെ, ചുമ്മാ ഗെയിം കളിക്കാം, രസമല്ലേ? കളിച്ചുകൊണ്ട് പഠിക്കാം. പെട്ടെന്ന് ഒരാളുടെ പേര് വിളിക്കും. ഇതേപോലെ എല്ലാവരും മനസ്സിൽ ഒരു സബ്ജക്റ്റും ഒരു വെർബും ഓർത്ത് വയ്ക്കുക. ഇതേപോലെ വിളിക്കുമ്പോ അവർക്ക് കൊടുക്കാം. ഓക്കെ, ശാലിനി വിളിക്കും, ഒരാളെ വിളിക്കും. ശ്രുതി. ശ്രുതി രമേശ്. ഓക്കെ, ശാലിനി then give to her subject I. And verb
Hello. Okay, verb Subject പറയുമ്പോൾ I. Verb walk. yes, walk. Walk. I walk. I am walking. I have walked. I have been walking. Yes, I have walked. I have been walking. Yeah, correct. Shruti, the same Okay. procedure തന്നെ ഒരാളുടെ പേര് വിളിക്കുക, then give the subject and verb. Ashwati. Yes. He go. He go. He Go. go subject verb. Go. Okay. He goes. He is going. He has went. He has been going. Perfect എന്ന് Gone. പറഞ്ഞാൽ Sorry. He has gone. yeah. He has been going. Yeah, correct. Okay, then Ashwati, continue the process. Bijuna. Okay, Richuna, are you there? Yes, ma'am. അജ്മി എന്ന് പറഞ്ഞ ഒരാളുണ്ടോ സാർ മിസ്സേ? അജ്മി ഇത് ആളെ പേര് അജ്മി അങ്ങനെ എന്തോ ഉണ്ടോ? പേരോ മനസ്സിലായില്ല. നമ്മളിപ്പോ സബ്ജക്റ്റും പറയണം വെർബും പറഞ്ഞാ പോരെ, എന്നിട്ട് നമ്മൾ തന്നെ പറയാണ്. അതെനിക്ക് ക്ലിയർ ആയില്ല. എന്ന് വെച്ചാൽ വണ്ടി പോയിട്ടേ എന്താ പറയണ്ടേന്ന് മനസ്സിലായില്ല. ഓക്കെ, ഇപ്പൊ അശ്വതി വിജിനയ്ക്ക് ഒരു സബ്ജക്റ്റും ഒരു വെർബും തരും. ഓക്കെ, അത് വെച്ചിട്ട് നമ്മുടെ 4 ആക്ഷൻസും പറയാം. അതിനുശേഷം വിജിന ഒരാളുടെ പേര് വിളിക്കുക, അതുപോലെ തന്നെ ഒരു സബ്ജക്റ്റും വെർബും അയാൾക്ക് കൊടുക്കുക. ഓക്കെ. യെസ്, അശ്വതി പറയൂല്ലോ, സബ്ജക്റ്റും വെർബും പറയൂ. സബ്ജക്റ്റ് they, verb play. They play. They are playing. They have played. They have been playing. Yes. Okay. Any next? Krishna, you can call anyone and then you can to subject and verb. Yes. Krishna, വിളിക്കൂ, ഒരാളെ വിളിക്കൂ. ശാലിനി പറഞ്ഞാണോ മിസ്സേ? ശാലിനി പറഞ്ഞു. പിന്നെ ഇതിന്റെ അകത്ത് കല്യാണി, ചിന്നു എന്നൊക്കെയാ കാണാം. ശരിക്കുള്ള പേര് തന്നെയാണോ അറിയില്ല. ചിന്നു ഉണ്ട്. ചിന്നു ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ചിന്നു. ഓക്കെ. ഓക്കെ കൃഷ്ണ, നീ സബ്ജക്റ്റ് പറഞ്ഞു കൊടുക്കും. ചിന്നു പറയാം. She write പറയാൻ പറ്റില്ല മിസ്സേ. She write. She subject is she. Verb write. റൈറ്റ് വേണ്ട, റൈറ്റ് കുറച്ച് കട്ടിയുള്ള വെർബ് കൊടുക്കൂ. സിമ്പിൾ ആണ്. സിംഗ് ആയാലോ മിസ്സേ? റൈറ്റ് ഞാൻ പറഞ്ഞു, ഇനി വേണ്ട. സിംഗ് പറ്റൂലല്ലോ. സിംഗ് വരെ കൊടുക്കാം, കുഴപ്പമില്ല. She sing. ചിന്നു, subject is she and verb is sing. She sings. She is singing. She has sang aanam se. She has sung. She has been singing. Okay. Sing, sang, sung ആണ്. Okay. Yeah, correct ആണ്.
Did you know? Or anyone? I can read you. Say. Akshara Ashok. Okay, Akshara Ashok. Akshara അറിയാൻ തോന്നുന്നു. അക്ഷരയില്ല. ഓക്കെ, ഇനി ആരവിടെ? ഷൗമ. ഷൗമ. ഓക്കെ, ഇനി ഒരു സബ്ജക്റ്റ് വെറുതെ പറയും. We. Subject we. Okay. Verb dance. Okay, verb dancer. Yeah. Okay, Sharma. Last is Sharma ആണ്. Subject we and verb dance ആണ്. Simple. Okay. പറയൂ. We dance. We No? are dancing. We dance. We dance. Okay. We are dancing. Yeah. We have dance in the word 3 ഏതാ? Dance എന്നെ വരുവാ? Danced. We have danced. We have been dancing. Yeah, we dance. We are dancing. We have danced. We have been dancing. Yes, correct. Next Okay. ആരാള്ള? ഇനി ആരുമില്ല. ആർക്കും താല്പര്യമില്ല. എന്ത് ചെയ്യാനാണ്? ആരെങ്കിലും ഉണ്ടോ ഇനി? Yes, ചോദിച്ചാൽ dance. എന്തോ? Danced എന്നാണോ? ഡാൻസ്ഡ് എന്ന്. ഈടിയുണ്ട്. Okay. ഓക്കെ, കണ്ടിന്യൂ ചെയ്യണോ? ഇത് കണ്ടിന്യൂ ചെയ്യണോ? പറയൂ. ഇൻട്രസ്റ്റ് ആണോ നിങ്ങള്? ഒരു റൗണ്ട് നമ്മൾ പോയി. ഇനിയും കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ? Continued. കണ്ടിന്യൂ. ആരൊക്കെ കണ്ടിന്യൂ എന്ന് പറയുന്നുണ്ട്? ഒരാൾ മാത്രമേ ഉള്ളൂ. കണ്ടിന്യൂ ചെയ്യാം. അപ്പോ ഷർമ, ആരെങ്കിലും Yes. വിളിച്ച് ഒരു സബ്ജക്റ്റ് വേറെ പറയും. ഇന്ന് ഞാൻ പറയില്ല കേട്ടോ. നിങ്ങൾ ഇങ്ങനെ പ്രോസസ്സിംഗ് കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ, അടുത്ത വിളിക്കുക, പിന്നെ കൊടുക്കുക, പറയാ, വീണ്ടും ഇതേപോലെ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ ഇടക്കിടക്ക് ഞാൻ പറയില്ല. ഓക്കെ, അപ്പൊ ഷർമ തുടങ്ങിക്കോ. Shruti. Subject we. Verb run. We run. We are running. റണ്ണിന്റെ വീക്ക്ലി ഫോം നോക്കിയായിരിക്കും. ആണോ? എന്താണ് റണ്ണിന്റെ വീക്ക്ലി ഫോം? റൺ, റാൻ, റൺ. റൺ തന്നെയാണ്. We have. പറഞ്ഞോ. We have running. അതെ. We have been running. Okay, we run, we are running, we have run, we have been running. Okay, next. എനിക്ക് V1 V2 V3 തിരിക്കാനായിട്ട് കുറച്ച് പാടുണ്ട്. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ക്ലാസ് കഴിഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. തുടങ്ങാം. ഇതൊന്ന് കണ്ടിന്യൂ ചെയ്യൂ. ശാലിനി. ഓക്കെ. ഹലോ, വാക്ക്. മനസ്സിലായി? ഒന്നുകൂടെ പറയോ? ഹി വാക്ക്. വാക്ക് വേണ്ട, പറഞ്ഞോ.
പുതിയ പുതിയ വേർബ് പറയാം. ഓക്കെ, ഇഷ്ടപ്പെടണ്ട. He teach. യെസ്. She teach അല്ലേ? He. He. Yosh. Okay. He teaches. He is teaching. He has taught. He have been taught teaching. യെസ്. നെക്സ്റ്റ്. Subject she. Verb eat. Shahla. ഓക്കെ, വിളിക്കാം, അവരെ റെസ്പോണ്ട് ചെയ്യാൻ നോക്കുക. ഷഹല ഉണ്ടോ? റെസ്പോണ്ട് ചെയ്തെങ്കിൽ വേറെ ആരെയും വിളിക്കാം. അക്ഷര ഇല്ല. വേറെ ആരെ റെസ്പോണ്ട് ചെയ്യില്ല. ഇനി നെക്സ്റ്റ് വിളിക്കൂ. ചിന്നു. സബ്ജക്റ്റ് ഹി. വെർബ് ഈറ്റ്. He eats. He is eating. He has ate ആണോ മിസ്? Eaten. Has eaten. He has been eating. ഓക്കെ, ചോദിക്കുന്ന ആള് ഇതൊക്കെ കറക്റ്റ് ആണോ എന്നോട് പറഞ്ഞോട്ടോ. കറക്റ്റാ. ശ്രുതി. She. നമുക്ക് കാര്യം ചെയ്യാം. എന്താണ്? ചിന്നുവിന് ഭയങ്കര സൗണ്ട് എന്തോ ഉണ്ട്, ഭയങ്കര സൗണ്ട് വരുന്നത്. ആണോ മിസ്സേ? നമുക്കൊരു കാര്യം ചെയ്യാം കേട്ടോ, നമുക്ക് കുറച്ച് വെർബ് എഴുതാം. V1 V2 V3 ഫോം എഴുതാം. ഓക്കെ, ഞാൻ കുറച്ച് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നോക്കി എഴുതാം. മലയാളം മീനിങ് എഴുതാനുള്ള സ്ഥലം ഇടാം. ഓക്കെ, ഫസ്റ്റ് വെർബിന് ശേഷം ഒരു മലയാളം മീനിങ് എഴുതാനുള്ള കുറച്ച് സ്ഥലം വിട്ടതിന് ശേഷം V2 V3 എഴുതാം. എഴുതി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഞാൻ എല്ലാത്തിന്റെയും മലയാളം മീനിങ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ എഴുതിയെടുത്തോളൂ കേട്ടോ, ടെക്സ്റ്റ് ചെയ്താൽ എഴുതിയെടുക്ക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
Okay. First, arise, arose, arisen, awake, awoke, awoken, beard, born, born, begin, began, begun, bite, bit, bitten, bleed, bled, bled, blow, blew, blown, break, brought, broken, chose, choose, chose, chosen, come, came, come, deal, dealt, dealt, ding, done, done, draw, drew, drawn, drink, drank, drunk, drive, drove, driven, eat, ate, eaten, fall, fell, fallen, feed, fed, fed, feel, felt, felt, fight, fought, fought, find, found, found, free, fled, fled, fling, flung, flung, fly, flew, flown, forbid, forbade, forbidden, get, got, got, give, gave, given. Okay. Next, go and gone, go and gone. Then grind, ground, ground, grind, ground, ground. Ground ആണ് grind, ground, ground. B2 B3 same ആണ്. Okay. Next, grow, grew, grown. Heard, heard, heard. Hide, hid, hidden. Hold, held, held. Keep, kept, kept. New, known, known. Lay, laid, laid. Lead, lead, led. Lead, left, left. Lead, land, land, land. Lost, lost, lost. Make, made, made. Mean, meant, meant. Meet, met, met. Pay, paid, paid. Read, read, read. Ride, rode, ridden. Ring, rang, rang. Rise, rose, risen.
run, ran, run. Saw, sawed, saw. Say, said. See, saw, seen. Seek, sought, sought. Sell, sold, sold. Send, send, send. Sue, sued, sue. Shake, shook, shaken. Shine, shone, shone. Sing, sang, sang. Sing, sang, sang. Sit, sat, sat. Sleep, slept, slept. Slide, slide, slide. Sling, slang, slung. So ഇത് STW ആണേ. Okay. ഇവിടെ STW ആണ് കേട്ടോ. SOW. So, sewed, sewn. Okay. Speak, spoke, spoken. Spend, spend, spent. Stand, stood, stood. Steal, stole, stolen. Stick, stuck, stuck. Strike, struck, struck.
Swim Samsung. Swim Samsung. Taken. Teach dot. Tell told. Think thought. Thrown. Understand, understood. We are born. We wept. Been born. Wind, wound. Okay. Is it finished? ഇനി ഓരോന്നിന്റെ മലയാളം മീനിങ് പറയാം. ഹിയറിന്റെ ഡൗട്ട് ഹിയറിന്റെ ഡൗട്ട് ഉണ്ടായോ? ഹാർഡ് ആണേ. ഹാർഡ് വരും. ഹാർഡ് ഇങ്ങനെ വരും കേട്ടോ. ഹാർഡ്. ഓക്കെ, മലയാളം മീനിങ് പറയട്ടെ ഓരോന്നും കേട്ടോ. ഐസ് ഉയരുക. ഐസ് ഉയരുക. അവി എണീക്കുക, ഉറക്കമുണരുക ഒരു മീനിങ് ആണ് കേട്ടോ. അവി ഉറക്കമുണരുക. ദെൻ ബിയർ കഷ്ടപ്പെടുക. ഐസ് ഉയരുക. അവി ഉറക്കമുണരുക. ബിയർ കഷ്ടപ്പെടുക. ബിഗിൻ ആരംഭിക്കുക. അറൈസ് ഉയരുക എന്ന് പറയില്ലേ, പൊങ്ങുക, ഉയരുക. അവീക്ക് ഉറക്കമുണരുക. ബിയർഡ്, ദ തേർഡ് വൺ, ബിയർഡ്. ഓക്കെ, ബിയർഡ് കഷ്ടപ്പെടുക. കഷ്ടപ്പെടുക. ബിഗിൻ ആരംഭിക്കുക. ബൈറ്റ് കടിക്കുക. ബ്ലീഡ് ചോര ഒലിക്കുക. ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ബ്ലീഡ് ചോര ഒലിക്കുക. ബ്ലോ വീശുക. ബ്രേക്ക് തകർക്കുക. ചൂസ് തിരഞ്ഞെടുക്കുക.
തെരഞ്ഞെടുക്കുക. ആൻഡ് കം അറിയാലോ, ഡീൽ ചെയ്യുക, ഇടപാട് നടത്തുക. ഡീൽ ഇടപാട് നടത്തുക അറിയാമെങ്കിൽ എഴുതണ്ടോ. ചില ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നുണ്ട്, അതിനിപ്പോ കറക്റ്റ് മലയാളം ഒന്നും ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് ഡീൽ ചെയ്യുക, നമ്മൾ ഡീൽ എന്ന് തന്നെയാ പറയാം. ഡിഗ് കുഴിക്കുക, ഡിഗ് കുഴിക്കുക. ഡ്രോ വരയ്ക്കുക, ഡ്രിങ്ക് അറിയാം, ഡ്രൈവ് അറിയാം, ലിഫ്റ്റ്, ഫോൾ വീഴുക, ഫോൾ വീഴുക. ഫീഡ് കഴിപ്പിക്കുക, ഭക്ഷണം നടത്തിയില്ലേ, ഫീഡ് ചെയ്യുക. ഓക്കെ, കഴിപ്പിക്കുക, ഭക്ഷണം നൽകുക എന്ന് വേണമെങ്കിൽ പറയാം. ഫീൽ അറിയാം, ഫൈൻഡ് കണ്ടെത്തുക, ഫൈൻഡ് കണ്ടെത്തുക. ഫ്ലീ ഒളിച്ചോടുക, ഫ്ലീ ഒളിച്ചോടുക. പ്ലിങ് വലിച്ചെറിയുക, പ്ലിങ് വലിച്ചെറിയുക. ഫ്ലൈ പറക്കുക. ഫോർബിഡ് നിരോധിക്കുക, ഫോർബിഡ് നിരോധിക്കുക. ഗെറ്റ് അറിയാലോ, ഗെറ്റ് കിട്ടുക, ഗിവ് കൊടുക്കുക, ഗോ പോകുക. ഗ്രൈൻഡ് അരയ്ക്കുക, ഗ്രോ വളരുക. ഹിയർ കേൾക്കുക. ഇതെല്ലാം അറിയാവുന്ന സ്പീഡിൽ പറഞ്ഞു കേട്ടോ. ഹൈഡ് ഒളിക്കുക, ഒളിച്ചു വെക്കുക, ഹൈഡ് ചെയ്യുക, ഒളിച്ചു വെക്കുക. ഹോൾഡ് പിടിക്കുക, ഹോൾഡ് ചെയ്യുക, പിടിക്കുക. കീപ്പ് സൂക്ഷിക്കുക. ഏതെങ്കിലും വേർഡ് കിട്ടാതിരുന്നെങ്കിൽ ആ വേർഡ് ടൈപ്പ് ചെയ്താലും ഞാൻ എന്റെ മീനിങ് പറയാം കേട്ടോ. കീപ്പ് സൂക്ഷിക്കുക. നോ അറിയുക, നോ അറിയുക. ലേ വീഴ്ത്തുക, ലേ വീഴ്ത്തുക. ഓക്കെ, ലീഡ് നേതൃത്വം വഹിക്കുക, ലീഡ് ചെയ്യുക അറിയാലോ, ലീഡ്. ലീവ് അറിയാലോ, വിടവാങ്ങുക, ലെഫ്റ്റ് ആകുക, ലീവ് ചെയ്യുക. ഓക്കെ, ലെൻഡ് കടം കൊടുക്കുക, കടം കൊടുക്കുക. ലോസ്റ്റ് നഷ്ടപ്പെടുക. മേക്ക് അറിയാം, മീൻ നമ്മൾ എന്താ ചിന്തിക്കുന്നത്, വിചാരിക്കുക, ആ ഒരു മീനിങ്. വാട്ട് യു മീൻ, നീ എന്താ വിചാരിച്ചേ, വാട്ട് യു മീൻ, ആ ഒരു മീനാണ് കേട്ടോ. അപ്പൊ വിചാരിക്കുക വരും. മീറ്റ് കണ്ടുമുട്ടുക. പേ അറിയാലോ, പണം, പണം അടക്കുക, പേ ചെയ്യുക, അടയ്ക്കുക. റീഡ് വായിക്കുക. റൈഡ് നമ്മള് ബൈക്ക് റൈഡ് ഒക്കെ പോകില്ലേ, ആ റൈഡാണ്. റിങ് അറിയാലോ, ഫോൺ റിങ് ചെയ്യാന്ന് പറയില്ലേ. റൈസ് ഉദിക്കുക എന്നാണ്. ഈ റൈസ് ഉദിക്കുക, സൂര്യൻ ഉദിക്കുക. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സൂര്യൻ പടിഞ്ഞാറാണ്, കിഴക്കാണ് ഉദിക്കുന്നത്. അപ്പൊ ഉദിക്കുക, റൈസ് ഉദിക്കുക. റൺ അറിയാം. ഇവിടെ സോ എന്ന് പറയുന്നത് അറക്കുക എന്നാണ്, മുറിക്കുക എന്ന് പറയില്ലേ, അതുപോലെ അറക്കുക. അതാണ് കേട്ടോ ഈ സോ, അറക്കുക. സേ പറയുക. സീ കാണുക. സീക്ക് തേടുക, അന്വേഷിക്കുക, തേടുക. ഐ സീക്ക് മൈ ചൈൽഡ്, ഞാൻ എന്റെ മോളെ തേടുന്നു എന്ന് പറയാം. ഐ സീക്ക് മൈ ചൈൽഡ്. സീക്ക് തേടുക. സെല്ല് അറിയാലോ, വിൽക്കുക. സെൻഡ് അറിയാം, അയക്കുക. സ്യൂ തയ്ക്കുക, തുന്നുക എന്നൊക്കെ മീനിങ് കേട്ടോ. തയ്ക്കുക, തുന്നുക, സ്യൂ. ഷേക്ക് അറിയാം. ഷൈൻ അറിയാം, പ്രകാശിക്കുക. സിംഗ് അറിയാം. സിംഗ്, സിംഗ് മുങ്ങുക, വെള്ളത്തിൽ മുങ്ങുക. ഓക്കെ, അതാണ് സിംഗ്, വെള്ളത്തിൽ മുങ്ങുക. സിറ്റ് അറിയാം. സ്ലീപ്പ് അറിയാം. സ്ലൈഡ് വഴുതുക, വഴുതി വീഴുക എന്നറിയില്ലേ, വഴുതുക. സ്ലൈഡ് തെന്നുക, വഴുതുക എന്നൊരു മീനിങ്. സ്ലിങ് കെട്ടിത്തൂക്കുക, സ്ലിങ് കെട്ടിത്തൂക്കുക. സോ വിതയ്ക്കുക, സോ വിതയ്ക്കുക. വിത്ത് വിതയ്ക്കില്ലേ, അത് വിതയ്ക്കുക. സ്പീക്ക് അറിയാം. സ്പെൻഡ് അറിയാം. സ്റ്റാൻഡ് അറിയാം. സ്റ്റീല് കട്ടെടുക്കുക, എന്റെ ഫോൺ കട്ടെടുത്തു. ഹി സ്റ്റോൾ മൈ ഫോൺ, കട്ടെടുക്കുക അറിയില്ല. സ്റ്റീൽ. സ്റ്റിക്ക് ഒട്ടിപ്പിടിക്കുക, സ്റ്റിക്ക് ഒട്ടിപ്പിടിക്കുക. ആൻഡ് സ്ട്രൈക്ക് അറിയാം. സ്വിം അറിയാം. സ്വിങ്, സ്വിങ് ഊഞ്ഞാലാടുക, സ്വിങ് ഊഞ്ഞാലാടുക. ടേക്ക് അറിയാം. ടീച്ച് അറിയാം. ടെൽ, തിങ്ക്, ത്രോ വലിച്ചെറിയുക. അണ്ടർസ്റ്റാൻഡ് അറിയാം. വേറെ എന്താണ്, ഉടുക്കുക. സ്ട്രൈക്ക് സമരം, സമരാണ്. ഓക്കെ, സ്ട്രൈക്ക് സമരം.
ഇനി ത്രോ എറിയുക, ആൻഡ് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുക. വെയർ നമ്മൾ ഡ്രസ് ധരിക്കുക എന്ന് പറയില്ലേ, ധരിക്കുക. വീപ്പ് കരയുക, ഷീസ് വീപ്പിംഗ്, അവള് കരയാണ്. പറയാം, വീപ്പിംഗ് എന്ന് പറയാം. വീപ്പ് കരയുക. വിൻ ജയിക്കുക. ലാസ്റ്റ് വൺ വിൻഡ് കാറ്റാണ്. ഓക്കെ, ക്ലിയർ ആയോ? കഴിഞ്ഞോ? പറയൂ, കഴിഞ്ഞോ? യാ. സോ അറക്കുക എന്നൊരു മീനിങ് ആണ്. അറക്കുക, മുറിക്കുക എന്നൊക്കെ പറയില്ലേ, അറക്കുക. വിൻഡിന്റെ V2 വൂണ്ട് ആണ്. WOUND വൂണ്ട്. സെയിം തന്നെയാണ് V3 കേട്ടോ. വൂണ്ട് സ്പെല്ലിംഗ് പറയാം. വൂണ്ടല്ല, മുറിവല്ല കേട്ടോ, മുറിവല്ല. മുറിവിന്റെ സ്പെല്ലിംഗ് പറയാം. ഓക്കെ, റീഡ് സെയിം ആണ്. മൂന്നും സെയിം സ്പെല്ലിംഗ് തന്നെയാണ്, പ്രൊണൗൺസിയേഷൻ മാത്രമാണ് വ്യത്യാസം. റീഡ് റെഡ് എന്നാ വായിക്കാം. പ്രൊണൗൺസിയേഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ, സെയിം മോഡലാണ്. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ, ഫിനിഷ് ആണ്. ഓക്കെ, സോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ക്ലാസ് ടൈം ആയിട്ടുണ്ട്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കുറച്ചുകൂടി മലയാളം സെന്റൻസ് നോക്കിയിട്ട് വരാം, ട്രാൻസ്ലേറ്റ് ചെയ്യാം. Okay, bye. See you on the next class. Okay, thank you all. Bye. Okay, yeah, thank you.